ഹായ് എവരി വൺ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ എത്തിയിട്ടാട്ടോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്നെക്കൊണ്ടാവുന്ന പോലെ എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോസ് എടുത്തു തരാൻ ആരുമില്ല, ഞാൻ തന്നെ എടുക്കാറ്. അപ്പോൾ ട്രൈപോഡിലും വീഡിയോസ് എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ട്രൈപോഡ് ചെറുതായിട്ടൊരു പണി തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു കാല് പൊട്ടിപ്പോയി, 2 കാലം അതിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് വീഡിയോസ് എടുക്കൽ കുറച്ച് റിസ്ക് ആയിരുന്നു. ചാരി നിർത്തിയിട്ടൊക്കെയാണ് വീഡിയോ എടുത്തിട്ടുണ്ടായത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് ഫ്രെയിംസിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് സെറ്റ് ചെയ്യാനും പിന്നെ പർച്ചേസ് ചെയ്യാൻ പോകുന്നതും പോസ്റ്റ് ചെയ്യാൻ പോകുന്നതും അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ആട്ടോ ഇന്ന്. ഈ ഒരു 5 ഫ്രെയിം ഹൈദരാബാദിലേക്ക് എത്തിക്കേണ്ടതാട്ടോ. അപ്പോൾ ഇതിനി പാക്ക് ചെയ്യാനുണ്ട്. പാക്ക് ചെയ്യുന്ന വീഡിയോ ഫുള്ളായിട്ടില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ ക്യാമറ ഒന്ന് ഓഫായിപ്പോയി, ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ അത് പാക്കൊക്കെ ചെയ്തിട്ട് അഡ്രസ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. സെല്ലോ ടൈപ്പൊക്കെ ഒട്ടിച്ചിട്ട് ഇങ്ങനെയായിരുന്നു ട്രൈപോഡ് വെച്ചിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായത്. ഫുള്ള് കാട്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇത് വേറൊരു 5 ഫ്രെയിമിൻ്റെ ഓർഡർ ആയിരുന്നു കേട്ടോ. ഇത് ഫ്രെയിം സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ബസ്സിൽ കൊടുത്തുവിടായിരുന്നു ചെയ്തിട്ടുണ്ടായത് ഫ്രെയിം. അങ്ങനെ ഇതും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇത് പോസ്റ്റ് ചെയ്യാൻ പോകാൻ. അങ്ങനെ അതും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ നിന്ന് മാറ്റുന്നുണ്ട്. കാരണം പാക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അതൊരു റിസ്ക് ആയിട്ട് തോന്നി, അതുകൊണ്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായത് താഴെ ഉമ്മാൻ്റെ റൂമിൽ നിന്നായിരുന്നു കേട്ടോ. അവിടെ നല്ല വെയിൽ വരാറുണ്ട് രാവിലെ. അപ്പോൾ അവിടെ നിന്നായിരുന്നു എടുത്തിട്ടുണ്ടായത്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഓരോന്ന് സെറ്റ് ചെയ്യുക, പിന്നെ ആദ്യം താഴേക്ക് ചെയ്യുക, അതൊക്കെ കുറച്ച് റിസ്ക് ആയതുകൊണ്ട് ഞാൻ ഇവിടത്തേക്ക് മാറിയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായത്. ആദ്യം വേറെ റൂമായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായത്. അവിടെ തീരെ വെയിലുണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് താഴെ പോയിട്ട് വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങോട്ടേക്ക് മാറി. ഇവിടെ അത്യാവശ്യത്തിന് വെയിലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷേ വീഡിയോ എടുക്കുന്ന ടൈം അത്ര വെയിലുണ്ടാവില്ല. വീഡിയോ ഒക്കെ എടുത്ത് പാക്കൊക്കെ ചെയ്ത് വെറുതെ ഇരിക്കുമ്പോൾ ഒരു നല്ല വെയിൽ വരാനുണ്ട്. അങ്ങനെ അതും പാക്ക് ചെയ്ത് സൈഡാക്കിയിട്ടുണ്ട്. പിന്നെ റൂം ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. പിന്നെ അഡ്രസ്സ് ഞാൻ ഫുള്ളായിട്ട് എഴുതിയിട്ടില്ല കേട്ടോ. അവരയച്ച അഡ്രസ്സിൽ സ്ഥലം ഉണ്ടായിരുന്നില്ല, സ്ഥലത്തിൻ്റെ പേരുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അവരോട് ചോദിച്ചപ്പോഴത്തേക്ക് അവർ ഓൺലൈനിലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഓൺലൈനിൽ വരാൻ കാത്തിരുന്നു. പിന്നെ ടൈം പോകുന്നുണ്ട് ഞാൻ പിൻകോഡ് വെച്ചിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാട്ടോ അഡ്രസ്സ് എഴുതിയിട്ടുണ്ടായത്. എന്താ ഇപ്പോൾ ഇവിടെ ഇരിക്കാൻ പറ്റാത്തത്രയും വെയിലുണ്ട് കേട്ടോ. നല്ല വെയിലടിക്കുന്നുണ്ട് മുഖത്തൊക്കെ. അങ്ങനെ രണ്ടും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 11:30 ആയിരുന്നു കേട്ടോ രാവിലത്തെ ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വാങ്ങേണ്ട സാധനത്തിൻ്റെ ലിസ്റ്റൊക്കെ എഴുതിയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോവാം കേട്ടോ. പിന്നെ പോകുന്ന വഴിക്ക് കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് സ്പീഡ് പോസ്റ്റും ചെയ്ത് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ.
പിന്നെ വൈകുന്നേരം കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. വന്ന ക്ഷീണത്തിൽ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞായിരുന്നു. ഈ ഒരു ഓർഡർ ഇപ്പോൾ വൈകുന്നേരം കിട്ടിയതാട്ടോ. താത്തൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ടൊക്കെ അർജൻറ്റായിട്ട് കുറച്ച് പോഡറേജ് വേണമെന്നുണ്ട്, അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണിത്. 70ഓളം പിക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് സെറ്റ് ചെയ്ത് സമയം രാത്രി ആയിട്ടുണ്ടായിരുന്നു. ഓർഡർ കിട്ടിയത് തന്നെ 6 മണിക്കാണ്. അപ്പോൾ ഇത് പാക്കൊക്കെ ചെയ്ത് സമയം ഒരു രാത്രി ആയിട്ടുണ്ടായിരുന്നു. ഇത് പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ആൾ ബ്രദർ രാത്രി വന്നിട്ട് എടുക്കാമെന്ന് പറഞ്ഞേ. അപ്പോൾ പാക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ വീണ്ടും റൂം മൊത്തം കാട്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. കൂടെ ഹെൽപ്പ് ചെയ്തിട്ടും പിന്നെ ചൊറയാക്കാൻ അനിയനും ഉണ്ട് കേട്ടോ. ഇത് ഞാൻ പ്രിൻ്റ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ കറണ്ട് പോയി. അപ്പോൾ ഇങ്ങനെയായിരുന്നു കേട്ടോ ആ ഒരു പേപ്പർ വന്നിട്ടുണ്ടായത്. അത് വെറുതെ എനിക്ക് നഷ്ടമായി. പിന്നെ ഇത് ഇന്ന് വാങ്ങിയ ചോക്ലേറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കന്നെ സമയം ഒരു 9 മണിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.